വചനസാരം വചനസാരം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ജൂലൈ 29 ഇന്നേ ദിവസം തിരുസഭ ബെഥനിയിലെ കുടുംബത്തിന്റെ തിരുനാളായിട്ട് ആഘോഷിക്കുകയാണ്. കാലങ്ങളായി ഈ ദിവസം നാം വിശുദ്ധ മാർത്തായുടെ തിരുനാളായിട്ടാണ് ആഘോഷിച്ചു വന്നത്. എന്നാൽ 2021 ഫെബ്രുവരി 2 ഫ്രാൻസിസ് മാർപ്പാപ്പ ഈ ദിവസം വിശുദ്ധ മേരിയെയും ലാസറിനെയും കൂടി ഈ മാർത്തായുടെ തിരുനാൾ ദിവസം ഉൾപ്പെടുത്തി. മേരി കർത്താവിന്റെ വചനം ശ്രവിച്ചവൾ, ലാസർ മരണത്തെ തോൽപ്പിച്ച കർത്താവിന്റെ വചനം കേട്ട് മരണത്തിൽ നിന്നും കർത്താവിനാൽ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെട്ടവൻ. മാർത്ത കർത്താവിനെ ശുശ്രൂഷിച്ചവൾ. ഈ അവസരത്തിൽ നമുക്ക് വിശുദ്ധ മാർത്തായെ കുറിച്ച് ഒന്ന് വിചിന്തനം ചെയ്യാം. ഒരു യഥാർത്ഥ ക്രിസ്തു ശിഷ്യയ്ക്ക് വേണ്ട എല്ലാ ഗുണഗണങ്ങളും ഉള്ള ഒരു വ്യക്തിത്വമായിരുന്നു വിശുദ്ധ മാർത്തായുടേത്. ലൂക്കാ സുവിശേഷത്തിൽ യേശു മാർത്തായെ ശകാരിക്കുന്ന ഭാഗങ്ങൾ ഉണ്ടെങ്കിലും പിന്നീട് യേശു ഈ സ്വഭാവ ഗുണങ്ങളെ കുറിച്ച് മഹത്വപ്പെടുത്തുന്നുണ്ട്. അത് നമുക്ക് അന്ത്യവിധിയിൽ മത്തായിയുടെ സുവിശേഷം 25 അധ്യായം 31 മുതൽ 46 വരെയുള്ള വചനങ്ങളിൽ വായിക്കുവാൻ സാധിക്കും. മാർത്ത, നീ പല കാര്യങ്ങളിൽ വ്യാപൃതയായി അസ്വസ്ഥയായിരിക്കുന്നു. മേരി നല്ലത് തിരഞ്ഞെടുത്തു എന്ന് പറയുന്ന അതേ കർത്താവ് അന്ത്യവിധിയിൽ മാർത്തായുടെ ഈ സ്വഭാവ ഗുണങ്ങളെയാണ് പിന്നീട് വർണ്ണിക്കുന്നത്. എനിക്ക് വിശന്നു, നിങ്ങൾ എനിക്ക് ഭക്ഷണം തന്നു. എനിക്ക് ദാഹിച്ചു, നിങ്ങൾ എനിക്ക് കുടിക്കുവാൻ തന്നു. ഞാനൊരു വഴിപോക്കനായിരുന്നു, നിങ്ങൾ എന്നെ സ്വീകരിച്ചു. പ്രിയമുള്ളവരെ, ഈ ഗുണങ്ങളല്ലേ അന്ന് മാർത്ത യേശുവിനോട് കാട്ടിയത്. യേശു വരുന്ന വഴിയിൽ അവൾ യേശുവിനെ സ്വന്തം ഭവനത്തിൽ സ്വീകരിച്ചിരുത്തി. യേശുവിന് വേണ്ട ഭക്ഷണങ്ങൾ അവൾ ഒരുക്കുന്നതിൽ വ്യാപൃതയായിരുന്നു. ഇതിനെയാണ് യേശു ഒരവസരത്തിൽ കുറ്റപ്പെടുത്തിയതെങ്കിലും പിന്നീട് സ്വർഗരാജ്യത്തിലേക്ക് കടക്കുവാൻ ഇത് ഏറ്റവും അത്യാവശ്യമാണ് എന്ന് പറഞ്ഞ് നമ്മെ പഠിപ്പിക്കുന്നത്. അതുപോലെ മാർത്തായുടെ വിശ്വാസ പ്രഖ്യാപനം നമുക്ക് യോഹന്നാന്റെ സുവിശേഷം 11 അധ്യായം 19 മുതൽ 27 വരെയുള്ള തിരുവചനങ്ങളിൽ വായിക്കുവാൻ സാധിക്കും. ലാസർ മരണപ്പെട്ട അവസ്ഥയിൽ യേശുവിനെ സമീപിച്ച്, ഗുരു, നിന്നിലാണ് ഉയർപ്പ്, നീയാണ് പുനരുത്ഥാനവും ജീവനും എന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്ന് യേശുവിലുള്ള വിശ്വാസം ഏറ്റുപറഞ്ഞവളാണ് വിശുദ്ധ മാർത്ത. അതുപോലെ യേശു വന്ന സമയത്ത് മാർത്തായുടെ സ്വഭാവം പറയുന്നത് പോലെ വീട് വിട്ടിറങ്ങി യേശുവിനെ സ്വീകരിക്കുവാൻ വന്നവളാണ് മാർത്ത. പിന്നീട് ഗുരു നിന്നെ വിളിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് മേരിയെ വീട്ടിൽ നിന്നും യേശുവിന്റെ അടുത്തേക്ക് കൂട്ടിക്കൊണ്ടു വന്നവളാണ് വിശുദ്ധ മാർത്ത. പ്രിയമുള്ളവരെ, ഇത് തന്നെയല്ലേ ഒരു ക്രിസ്ത്യ ശിഷ്യന് ഏറ്റവും അനിവാര്യമായി വേണ്ടതും. യേശുവിനെ എന്നിലേക്ക്, എൻ്റെ ജീവിതത്തിലേക്ക് സ്വീകരിക്കുക, അതുപോലെ മറ്റുള്ളവരെ യേശുവിൻ്റെ അടുക്കലേക്ക് കൊണ്ടുവരിക. യേശുവിനെ ശുശ്രൂഷിക്കുക, അതിലൂടെ സ്വർഗരാജ്യം നേടിയെടുക്കുക. വിശ്വാസം യേശുവിലാണ് രക്ഷ, യേശുവിലാണ് ഉത്ഥാനം എന്ന് ഉറക്കെ ഉദ്ഘോഷിക്കുക. യേശുവിനെ ശുശ്രൂഷിക്കുക. ഇതിത്രയും മാർത്തായുടെ ജീവിതം നമുക്ക് ഒരു മാതൃകയാക്കാം. അതിലൂടെ ഒരു ഉത്തമ ക്രിസ്തു ശിഷ്യനായി സ്വർഗരാജ്യം നമുക്കും നേടിയെടുക്കാം. മാർത്തായുടെ പോലെ വിശുദ്ധി നിറഞ്ഞ ഒരു ജീവിതം നമുക്കും ജീവിക്കാം. അതിന് ഈ തിരുനാൾ അവസരം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ, പ്രചോദനം ചെയ്യുമാറാകട്ടെ. ആമേൻ. വചനസാരം